ചിക്കനായിട്ടൊരു ഈസി റെസിപ്പി ആയാലോ? അപ്പോൾ അതിലേക്ക് ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറുതാക്കിയിട്ട് അരിഞ്ഞ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് പീസാണ് എല്ലാതും. ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആഡ് ചെയ്യുന്നത് സോയാ സോസാണ്. സോയാ സോസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ആഡ് ചെയ്യുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഈ ഡിഷിലേക്ക് മസ്റ്റാണ്. ചിക്കൻ നന്നായി സോഫ്റ്റ് ആയിട്ട് വരാനാണ് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കോഴിമുട്ട ഫുള്ളായിട്ട് തന്നെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ പീസുകൾ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസുകളായതുകൊണ്ട് തന്നെ വേഗം ഫ്രൈ ആയിട്ട് വരും. കുറച്ച് കറി ലീവ്സ് ഒരു സ്മെല്ലിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ കറി ലീവ്സ് ആഡ് ചെയ്യുന്നത് നന്നാവും. ഒരു 5 മിനിറ്റ് ഏകദേശം ഫ്രൈ ചെയ്തെടുക്കുക. കുക്കിംഗ് ടൈം വളരെ കുറവാണ് ചെറുതായി അരിഞ്ഞതുകൊണ്ട്. നെക്സ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേഗം ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കണത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ട്. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നെക്സ്റ്റ് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് സവാളയാണ്. അത് നന്നായി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികളാണ് ഒരു ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതാണ്, വലിയ ജീരകം പൊടിച്ചതാണ്. കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത് സോയാ സോസാണ്. സോയാ സോസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ തക്കാളി അടിച്ചെടുത്തതാണ്. മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തതായിട്ടാണ് ആഡ് ചെയ്യുന്നത്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശമായിട്ട് ഇതുള്ള എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ചേർക്കാനുള്ളൂ. ലെമൺ ജ്യൂസാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പത്തിരിയിലേക്കും പൊറോട്ടയിലേക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.
എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.